ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ നിന്ന് വരുന്ന കൂട്ടത്തിൽ എൻ്റെ ഒരു ബന്ധുവായിട്ട്, ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ബന്ധുവായിട്ട് സംസാരിച്ചപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അല്ല ഗാന്ധിജി ശരിക്കും നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും നല്ലവനാണോ? ഞാൻ കേട്ടിട്ടുണ്ടല്ലോ ഗാന്ധിജി അദ്ദേഹത്തിനെ കുളിപ്പിച്ചത് ഒരു പെണ്ണുങ്ങളാൽ, പിന്നെ അദ്ദേഹത്തിന്റെ കൈകോർത്ത് വെക്കുന്ന ആ 2 പെൺകുട്ടികള് അവരെ നഗ്നരായി കിടത്തിയിട്ടുണ്ട് ഗാന്ധിജിയോടൊപ്പം. അതൊക്കെ ശരിയാണ്. പക്ഷെ ആ ശരിയുടെ പിറകില് ഗാന്ധിജി എന്ന് പറയുന്ന സ്വയം അദ്ദേഹം ചെയ്തത് ശരിയാണോ തെറ്റാണോ അത് പല വ്യൂ പോയിന്റുകളിലൂടെ കാണാൻ കഴിയും. ഇപ്പൊ ഒരു ആ സ്ത്രീപക്ഷത്തിൽ നിന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ അതിനെ ഗാന്ധിജി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യാത്ത ആളാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഗാന്ധിജി ഒരിക്കലും അവരെ നിർബന്ധിച്ചിട്ടില്ല അത് ചെയ്യിക്കാൻ. ആ സ്ത്രീകളുടെ പൂർണ്ണമായ ഗാന്ധി നവക്കലയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ആ എക്സ്പെരിമെന്റ് നടത്തുന്നത്. അതെ അതെ. ആ ആത്മബലം എനിക്കുണ്ട്. അത് കാരണം അദ്ദേഹം ഇന്ദ്രിയങ്ങളെ ഓരോന്നിനെയും നിയന്ത്രണ വിധേയമാക്കി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന നിരന്തരമായ ശ്രമമുണ്ട്. ഭക്ഷണത്തിൽ എല്ലാ കാര്യങ്ങളിലും അങ്ങനെ പോയി വന്ന് എന്റെ ഇന്ദ്രിയങ്ങളിൽ എനിക്ക് അന്തിമമായ നിയന്ത്രണമുണ്ടോ എന്ന് പരീക്ഷിക്കുക. അല്ല, അതിന്റെ പല സ്റ്റേജസും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മൾ ഗാന്ധിജിനെ പഠിച്ചാല്, ഗാന്ധിജി ഇംഗ്ലണ്ടിൽ പോയ കാലത്ത് വെജിറ്റേറിയനിസം പഠിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അത് ഫോളോ ചെയ്തു, കറക്റ്റായിട്ട് മരണം വരെ വിജയിച്ചു. പിന്നീട് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലെത്തിയപ്പോ അദ്ദേഹം ഈ പറഞ്ഞ ബ്രഹ്മചര്യം ശീലിക്കാൻ, അദ്ദേഹത്തിന് 35 വയസ്സാകുമ്പോഴേക്കും ബ്രഹ്മചര്യം ശീലിക്കാൻ തുടങ്ങി. ഏതറ്റം വരെ പോയി? കസ്തൂർബായോട് ഞാൻ ഒറ്റയ്ക്കിരിക്കും പയർവർഗ്ഗങ്ങൾ പോലും സ്വപ്നസ്ഖലനം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തെ പഴിച്ചുകൊണ്ട് ഒരാഴ്ച പട്ടിണി കിടന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പൊ അയാൾ സ്വയം വേദനിപ്പിച്ചു ഈ കഴിവുണ്ടാക്കിയെടുക്കാൻ വേണ്ടി. എന്നിട്ട് അതിനുശേഷം ഇന്ത്യയിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ കോൺസെൻട്രേഷൻ മുഴുവനും ദേശീയതയിലേക്ക്, നാഷണലിസത്തിലേക്കായിരുന്നു. പിന്നീട് പ്രായം മുതിർന്ന ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ബ്രഹ്മചര്യത്തിൽ എന്റെ പിടി എനിക്ക് ഉറപ്പിച്ചു. കാര്യം ആ സ്വപ്നസ്ഖലനം ഉണ്ടായ സമയത്ത് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടില്ല. കാര്യം അവിടെ ഞാനൊരു സ്ത്രീയെ മുറിവേൽപ്പിക്കുമോ എന്ന് അദ്ദേഹം ഭയന്നിരുന്നു എന്ന് വേണം മനസ്സിലായത്. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയിലെങ്കിലും പരീക്ഷണം നടത്തിയിട്ടില്ല. വേണമെങ്കിൽ നീ ഇന്നൊന്ന് എന്റെ അടുത്ത് കിടക്ക് എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിന് ചോദിക്കാമായിരുന്നു. അത് ഭാര്യയോട് പോലും സംഭവിക്കാൻ പാടില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം പിന്നെ വേണമെങ്കിൽ ചോദിക്കും, വലിയ പ്രായമായി നിൽക്കുന്ന ആള് ഈ ഇളമുറക്കാരിയോട് ചെയ്തത് എന്ത്? ഇത് ഞാൻ എന്റെ ഭാഗമായിട്ടല്ല പറയുന്നത്, എന്റെ അഭിപ്രായത്തിൽ ഇതിൽ പ്രസക്തിയില്ല. ഗാന്ധിജിയുടെ അഭിപ്രായം ഞാൻ മുന്നിൽ വെക്കുകയാണ്. മനസ്സിലായത്? നമുക്ക് ശരിയോ തെറ്റോ നമുക്ക് എടുക്കാം. ഗാന്ധിജി പറയാണ്, അന്ന് എനിക്ക് പൂർണ്ണമായ ബലം ഉണ്ടായിരുന്നു. കാര്യം ഞാൻ ആ കുട്ടികളെ ഒരു പിഞ്ചു കുഞ്ഞു നോക്കിക്കാണുന്ന നിഷ്കളങ്കതയോടെ നോക്കാൻ കഴിയുമെന്ന് ഈ പറഞ്ഞ 2 പെൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്. അവരുടെ അനുഭവങ്ങളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്. പിഞ്ചു കുഞ്ഞ് ഞങ്ങളെ നോക്കുന്നത് പോലെ വിവസ്ത്രനായ ഗാന്ധിജി ഞങ്ങളെ നോക്കുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞെന്ന് വെച്ചാൽ ആ സമയത്ത് ലൈംഗിക ഉത്തേജനം ജനിപ്പിക്കാൻ കഴിയുന്ന 2 സ്ത്രീകളോട് എനിക്കത് തോന്നില്ല എന്ന് എന്നെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ നടത്തിയ എന്റെ പരീക്ഷണം. ആ തരത്തിലുള്ള ആത്മബലം ഇല്ലെങ്കിൽ എനിക്ക് ഞാൻ നവകലി പോകുന്നത് കൊണ്ട് ഫലമില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ റീസെന്റ് പൊളിറ്റിക്സ് എടുത്ത് നോക്കാം. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് രാഷ്ട്രീയക്കാരൻ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നതും ജയിലിൽ അടക്കപ്പെടുന്നതും എന്ത് 2 കാരണങ്ങളുണ്ട്? അഴിമതി, പിന്നെ സ്ത്രീപീഡനം. അഴിമതി ആരാ നടത്തുക? സ്വത്ത് സമ്പാദിക്കാൻ താല്പര്യം. രണ്ടും കാമമാണ്. ഇനി എല്ലാത്തിലുപരി നമുക്ക് ഇങ്ങനെയും പറയാം. അതായത് ഗാന്ധിജി എന്താ പറഞ്ഞെന്നറിയോ? ഗാന്ധിജി പറഞ്ഞു, മുഴുവൻ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം അത് ഡിസൈൻ ചെയ്ത്, മുഴുവൻ സമയ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുതിരുന്നവര് വിവാഹം കഴിക്കരുത്. ബ്രഹ്മചര്യം മാത്രമല്ല, വിവാഹം കഴിക്കരുത്. കുടുംബവും മറ്റു പ്രാരാബ്ദം. ഗാന്ധിജി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ബോധോദയം എനിക്ക് വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വിവാഹം കഴിക്കില്ലായിരുന്നു. അതുകൊണ്ട് ഇനി വരുന്ന സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, വിവാഹം കഴിക്കരുത്. ഇനി വിവാഹത്തിന് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ചെറുപ്പക്കാരികൾ വിവാഹം കഴിക്കുന്ന വിവാഹ ചടങ്ങിൽ ചെല്ലുമ്പോൾ അവരോട് കുട്ടികൾ ഉണ്ടാക്കരുത് എന്ന് വരെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? നിങ്ങൾ ബ്രഹ്മചര്യ ശീലിക്കണമെന്ന് എന്താ പറയാ, നവവരന്മാരോടും നവവരനോടും പറഞ്ഞ ചരിത്രം പറയും. കാരണം അദ്ദേഹം അദ്ദേഹം എന്ന് പറഞ്ഞ ഒരു മനുഷ്യനല്ല. ആക്ച്വലി ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞപ്പോൾ ഗാന്ധിജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്നവന്റെ കഷ്ടപ്പാട് അകറ്റാൻ വേണ്ടി ഒരു ഭരണ സമ്പ്രദായം ഡെവലപ്പ് ചെയ്യുന്ന, രാമരാജ്യത്തെ സ്വപ്നം കണ്ട ഒരു സ്വപ്ന സഞ്ചാരിയായിരുന്നു ഗാന്ധിജി. അല്ല, അദ്ദേഹം തന്നെ പലപ്പോഴും പറയാറുണ്ട്, വളരെ പ്രയാസകരമായ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാൻ ഏതോ ഒരു ശക്തിയുടെ അരുളപ്പാടിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന്. അത് ഒരു സാധാരണ മനുഷ്യന്റെ ലെവലിൽ നിന്ന്
ഗാന്ധിജിയുടെ ചിന്തയെ കുറിച്ച് അതല്ലാതെ ഒരു മനുഷ്യന് ഇത്രമാത്രം ഒരു പ്രശ്നത്തിന്റെ അണുവിലേക്ക് അതിന്റെ സൂക്ഷ്മത്തിലേക്ക് ചെല്ലാൻ കഴിയില്ല. അങ്ങനെ ചെന്നവരില്ല. അതാണ് അവിടെയാണ് ഗാന്ധി വ്യത്യസ്തനാവുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയാം. ഉദാഹരണം ജൂഡ് ആഡംസ് എന്നിട്ട് പറഞ്ഞിട്ട് ഒരാളുണ്ട്. അദ്ദേഹം ഗാന്ധി ആൻഡ് ഹിസ് സെക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഇന്ത്യയിൽ അവൈലബിൾ ആണോ എന്ന് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ആർട്ടിക്കിൾ ഞാൻ വായിച്ചു. അതിൽ ഗാന്ധിജിയുടെ ലൈംഗികതയെ കുറിച്ചാണ് ഇദ്ദേഹം പരാമർശിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാളുടെ ലൈംഗികതയെ കുറിച്ച് പഠിക്കുന്നത് അയാളെന്ന് പറയുന്ന ഒരു വ്യക്തിയെ പഠിക്കുന്നതിന്റെ പല മാനങ്ങളിൽ ഒന്ന് മാത്രമാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനത്തെ വിമർശനങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്നുണ്ട്. ഇതൊക്കെ കൂട്ടിവെച്ചതിന് ശേഷവും ഇതിനെക്കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തതിന് ശേഷവും ഞാൻ പറയും, ഗാന്ധിജി ഈ നൂറ്റാണ്ടിൽ ജീവിച്ച ഏറ്റവും പ്രതിഭാധനനായിട്ടുള്ളതും ഏറ്റവും ആത്മാർത്ഥതയുള്ളതും കറകളഞ്ഞതുമായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. അല്ല, ഈ കാമം എന്ന് പറയുമ്പോഴേ കേവലം ശാരീരിക ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ആസക്തിയെ മാത്രമല്ലല്ലോ. അതിൽ ധനമാകാം, ഭക്ഷണമാകാം, തുടങ്ങിയ എല്ലാ സംഭവങ്ങളും കാമമാണ്. ധനത്തെ ത്യജിച്ചു കഴിഞ്ഞു അദ്ദേഹത്തിന് സ്വന്തമായി. അങ്ങനെ ഓരോന്ന് ഉറയഴിച്ചിടുന്നത് പോലെ ഗാന്ധി നോ നമുക്ക് ഇന്ന് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം നോ എന്ന് വെക്കണമെങ്കിൽ എത്ര പ്രയാസമുണ്ടെന്ന് ചിന്തിക്കുമ്പോഴാണ് ഗാന്ധി ഈ കോട്ടും ഹാറ്റും ഒക്കെ ധരിച്ച് വയലിൻ പഠിക്കാൻ പോയ ഗാന്ധി, ബ്രിട്ടീഷുകാരനായി ജീവിക്കാൻ പോയ ഗാന്ധിയിൽ നിന്ന് ഈ ഒരൊറ്റമുട്ടിലേക്ക് എത്തുന്നതിന്റെ ആ ഒരു ഡെപ്ത് ഉണ്ടല്ലോ, ആ ഒരു സൂക്ഷ്മത്തിലേക്കുള്ള സഞ്ചാരം. വിനോദ്ജി, ഇപ്പൊ ഞാൻ തന്നെ ഇത്തരത്തിൽ ഞാനിപ്പോ ഗാന്ധിനെയാണ് ഏറ്റവും കൂടുതൽ വായിക്കാനൊക്കെ ശ്രമിക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ഇത് വായിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും പല ആളുകൾ എന്നോട് പറയും, അംശോ ഈ ഇതൊക്കെ വായിച്ചിട്ട് എന്തിനാ, ഇതൊന്നും ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ഗാന്ധിജീനെ നമ്മളൊരു ഒറ്റമുണ്ടിട്ട വയസ്സനായി കാണുന്നതിന് മാത്രം പ്രശ്നമാണ്. ഇന്ന് ജീവിക്കുന്ന ഒരു 17 വയസ്സ് മുതൽ 25 വയസ്സുകാരനുള്ള ചെറുപ്പക്കാരൻ ഉണ്ടാകേണ്ടുന്നതിനേക്കാൾ ശക്തമായി വിപ്ലവകരമായി ചോദ്യം ചെയ്യാനുള്ള ധൈര്യമുള്ള ഗാന്ധിജിയാണ് മരിക്കുന്നതിന്റെ തലേ ദിവസം വരെ. ഇന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഫെമിനിസ്റ്റുകളെക്കാൾ സ്ത്രീപക്ഷം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഞാനത് എന്റെ വീഡിയോയിൽ പറയാൻ പോകുന്ന, അതായത് രാജ്കുമാരി അമൃത കൗർ അവര് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, മഹാത്മാഗാന്ധിയിൽ ഞങ്ങൾ കണ്ടത് ജ്ഞാനിയായിട്ടുള്ള പിതാവിനെയല്ല, മഹാത്മാഗാന്ധിയിൽ ഞങ്ങൾ കണ്ടത്, സ്ത്രീകളെ കുറിച്ചാണ് അവർ പറഞ്ഞത്, മഹാത്മാഗാന്ധിയിൽ ഞങ്ങൾ കണ്ടത് അനുകമ്പയും സ്നേഹവുമുള്ള മാതാവിനെയാണ്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു സ്ത്രീയായി മാറാനുള്ള ശ്രമമാണെന്നാണ് പറയുന്നത്. യെസ്, ഗാന്ധി തന്നെ കസ്തൂർബയുടെ മരണശേഷം ഇവർക്ക് അമ്മയായിട്ടാണ് വീട്ടിൽ ഞാൻ പെരുമാറിയതെന്ന് ഗാന്ധി പറയുന്നുണ്ട്. അമ്മയെ പോലെയാകാൻ ഞാൻ ശ്രമിക്കുന്നു. ഗാന്ധിജി സ്വയം സ്ത്രീയായി മാറാൻ ശ്രമിച്ചു. ഗാന്ധിജിയുടെ ബ്രഹ്മചര്യത്തിനെ കുറിച്ച് ഗാന്ധിജി പറയുന്ന കാരണങ്ങളിൽ ഒന്നതാണ്. കാര്യം സ്ത്രീ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിട്ടുള്ളതും അല്ലെങ്കിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ളതും ലൈംഗികതയുടെ പേരിലാണ്. അപ്പൊ ഗാന്ധിജി വിചാരിച്ചത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും അഹിംസ എന്ന് പറയുന്ന ഒരു കാര്യം, ഇന്ത്യ എന്ന് പറയുന്ന സമൂഹവും സ്ത്രീകൾ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്ന് സ്ത്രീ നയിക്കുന്ന ഒരു സമൂഹമായിരിക്കണം എന്നാണ്. ഇപ്പൊ നമ്മൾ കോൺഗ്രസിനോട് എനിക്ക് തോന്നുന്ന ഒരു ബഹുമാനങ്ങളിൽ ഒന്നതാണ്. ഇപ്പൊ 33% സ്ത്രീ സംവരണത്തെ കുറിച്ച് ചർച്ച ആരംഭിക്കുന്നത് കോൺഗ്രസ് ആണ് എന്നുള്ളത് സത്യത്തിൽ സ്ത്രീകൾ മുന്നോട്ടിറങ്ങുക, ലോക്കൽ ബോഡീസിലൊക്കെ ആയി കഴിഞ്ഞു ഇപ്പൊ തന്നെ മനസ്സിലായത്. അതിന്റെ മെച്ചം നമുക്ക് കേരളത്തിലൊക്കെ ഒരുപാട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം സ്ത്രീകള് മുന്നോട്ട് വരുന്ന ഒരു സമൂഹത്തിൽ സത്യത്തിൽ ഗാന്ധിയുടെ സ്ത്രീപക്ഷം മനസ്സിലാക്കിയാലുണ്ടല്ലോ ഫെമിനിസ്റ്റുകളൊക്കെ താഴെ കിടക്കും. അല്ല, ഗാന്ധി നയിച്ച സമരങ്ങളിലെല്ലാം വലിയ സാന്നിധ്യം സ്ത്രീകൾക്ക് സത്യാഗ്രഹത്തില്, എല്ലാത്തിലും, പിന്നെ നിസ്സഹകരണ പ്രസ്ഥാനത്തില്, പിന്നെ മാത്രമല്ല ഈ നിസ്സഹകരണ പ്രസ്ഥാനവും ക്വിറ്റ് ഇന്ത്യ സമരവും സത്യാഗ്രഹവും ഒക്കെ ലോകത്തിലൊരു നേതാവ് ഇത്രയും സ്ത്രീകൾ ആകർഷിക്കാൻ ഒരിക്കലും ഉണ്ടാവും. ഇത് അതാ പറഞ്ഞിരുന്നു, ഒരു വ്യക്തിനെ എങ്ങനെ ചരിത്രത്തിന് വിരുദ്ധമായി, അദ്ദേഹത്തിന്റെ ജീവിതത്തിന് വിരുദ്ധമായി അവതരിപ്പിക്കാമോ? അയ്യോ, ചില യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ചില പോളന്മാര്, മനസ്സിലായല്ലോ, എങ്ങനെ എനിക്കൊന്ന് ആളുകൾ എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ബിംബത്തെ ഉടച്ചു കഴിഞ്ഞാൽ ആൾക്കാർ കേൾവിക്കാരുണ്ടാവും. അല്ല, അത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൊന്നും ഗാന്ധി എതിരല്ല. ഗാന്ധിയെ ക്രിട്ടിസൈസ് ചെയ്യണ്ടെന്ന് പറയുന്നവരും ഇതേപോലത്തെ എന്താ പറഞ്ഞു ഉപയോഗിച്ച അത് ശരിയാ, അത് സത്യം കേട്ടോ. ഞാനിപ്പോ ഗാന്ധിജിനെ എതിർക്കരുത് എന്ന് പറഞ്ഞാല് അത് ഗാന്ധിക്കെതിരെ. അതെ, ഗാന്ധിജി എന്തിനെ എതിർക്കാനാണ് പഠിപ്പിച്ചത്? നിരന്തരം ചോദ്യം ചെയ്യപ്പെടേണ്ട വേണം, വിമർശിക്കേണ്ട. ഗാന്ധിജി വിമർശിക്കപ്പെടണം തന്നെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചിട്ടുള്ളത്.